ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പഴവും അരിപ്പൊടിയും കൊണ്ടൊരു സ്നാക്സ് ആയാലോ? കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇതുപോലെ ഒരു കപ്പിന് 1 കപ്പ് മട്ടയരിയാണ്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇത് വറക്കുമ്പോൾ ഇതിലേക്ക് എണ്ണയൊന്നും ഒഴിക്കേണ്ട, ചുമ്മാ വറുത്താൽ മാത്രം മതി. നമ്മൾ സാധാരണ അരിയൊക്കെ വറക്കില്ലേ, അതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. നമ്മൾ അരി വറക്കുമ്പം തീ കുറച്ചിട്ട് വേണം അരി വറക്കാൻ. തീ കൂട്ടിയിട്ടാൽ അരി കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ല പൊടുപൊടുന്ന ശബ്ദം കേൾക്കുന്നവരെയും വറക്കണം. നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനിയും ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ആ നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ക്യാഷ്യൂ ഇട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. എന്നിട്ട് ശേഷം നമ്മളൊരു 3 നേന്ത്രപ്പഴം കട്ട് ചെയ്താണ്. നന്നായിട്ട് പഴുത്തതായിരിക്കണം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് വഴറ്റണം. കൂട്ടത്തിൽ ലേശം ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് വഴറ്റാം. ഇനി മധുരത്തിന് വേണ്ടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ശർക്കര പാനിയാണ്. ഇത് 3 അച്ച, അതായത് ഇവിടെ വെല്ലമെന്ന് പറയും. അപ്പോൾ അതൊന്ന് ഉരുക്കിയ ശർക്കര പാനിയാണ്. അപ്പോൾ നമ്മുടെ മധുരം അനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത ശേഷം ഇത് നമുക്കിതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം. ഇളക്കിക്കൊണ്ട് തന്നെ ഒന്ന് ആ പഴമൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് തയ്യാറാക്കാൻ. ശർക്കര ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അപ്പോൾ ഇതുപോലെ കയ്യിൽ കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കണം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ മുഴുവനും ഇടണ്ട, ഒരു പകുതിയൊക്കെ ഇട്ടാൽ മതി. പകുതി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ആവശ്യമനുസരിച്ച് ബാക്കി ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷ്യൂ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അരിപ്പൊടി കുറവെന്നുണ്ടെങ്കിൽ ബാക്കി ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പഴമൊക്കെ ഈ ഒരു പരുവമാകുമ്പോഴേക്കിന് നമുക്കിനി കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് ഡ്രൈ ആവണ്ട. ഇതുപോലെ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഇനി നമ്മുടെ സ്നാക്സ് നമുക്കിതുപോലെ ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടണം. ചൂടോടെ തന്നെ ഉരുട്ടണം, എന്നാലേ ശരിയാവുള്ളൂ. നേന്ത്രപ്പഴവും അരിപ്പൊടിയും മാത്രം കൊണ്ടൊരു സ്നാക്സ് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒരു സ്നാക്സൊക്കെ ഉണ്ടായാൽ 4 മണിക്ക് നമുക്ക് ചായക്കൊരു കടിയുമായി. പഴമൊക്കെ ബാക്കി വന്നാൽ കളയുമൊന്നും വേണ്ട. നമുക്കിതുപോലെ എന്തെങ്കിലും ഒരു സ്നാക്സൊക്കെ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.